എല്ലാ കൂട്ടുകാർക്കും PSC മാസ്റ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ബയോളജിയിലെ ഫസ്റ്റ് ടോപ്പിക്കായ കോശം. ഇതിനു മുന്നേ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ക്ലാസ്സുകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയേക്കാം. എല്ലാ കൂട്ടുകാരും കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോയിലേക്ക് കടക്കാം. കോശം ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം. എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ്. കോശത്തെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി. സെൽ എന്ന ലാറ്റിൻ പദത്തിനർത്ഥം ചെറിയ മുറി. കോശത്തെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് MJ Schleiden, തിയോഡർ ഷ്വാൻ. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് MJ Schleiden, തിയോഡർ ഷ്വാൻ. കോശം ആദ്യമായി കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക്. കോശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ പുസ്തകം മൈക്രോഗ്രാഫിയ. മൈക്രോഗ്രാഫിയ രചിച്ചത് റോബർട്ട് ഹുക്ക്. കോശം ആദ്യമായി കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക്. കോശത്തെ പ്രതിപാദിക്കുന്ന ആദ്യ പുസ്തകമായ മൈക്രോഗ്രാഫിയ എഴുതിയതും റോബർട്ട് ഹുക്ക്. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരൊക്കെ? MJ Schleidenഉം തിയോഡർ ഷ്വാനും. ലളിതമായ ഒരു മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്ക്. കോശകേന്ദ്രം കണ്ടെത്തി അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ച ശാസ്ത്രജ്ഞൻ റോബർട്ട് ബ്രൗൺ. ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആന്റൺ വാൻ ല്യൂവൻ ഹുക്ക്. ഒരു കോശം മാത്രമുള്ള ജീവികൾ ഏകകോശജീവികൾ. ഉദാഹരണം അമീബ, പാരമീസിയം, യുഗ്ലീന, ബാക്ടീരിയ. രണ്ടോ അതിലധികമോ കോശങ്ങളുള്ള ജീവികൾ ബഹുകോശജീവികൾ. ഉദാഹരണം സസ്യങ്ങൾ, ജന്തുക്കൾ. ഒരു ജന്തുകോശത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗം കോശസ്തരം. കോശസ്തരത്തിൻ്റെ ഫ്ലൂയിഡ് മൊസൈക്ക് മാതൃക മുന്നോട്ട് വച്ച ശാസ്ത്രജ്ഞൻ സിംഗർ നിക്കോൾസൺ. കോശസ്തരത്തിൻ്റെ ഫ്ലൂയിഡ് മൊസൈക്ക് മാതൃക മുന്നോട്ട് വച്ചത് സിംഗർ നിക്കോൾസൺ. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളും ചേർന്ന് അറിയപ്പെടുന്നത് ജീവദ്രവ്യം. ജീവദ്രവ്യത്തിനുള്ളിൽ മർമ്മം ഒഴികെയുള്ള ഭാഗം അറിയപ്പെടുന്നത് കോശദ്രവ്യം. ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗം അറിയപ്പെടുന്നത് കോശദ്രവ്യം. കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന വസ്തു സെല്ലുലോസ്. കോശാംഗങ്ങൾ: റൈബോസോം, അന്തർദ്രവ്യജാലിക, സെൻട്രോസോം, ഗോൾജി കോംപ്ലക്സ്, ലൈസോസോം, ഫേനം, മൈറ്റോകോൺട്രിയ. ഇതൊക്കെയാണ് കോശാംഗങ്ങൾ. ഇമ്പോർട്ടൻ്റ് ആണ്. SCERTയിൽ ഓരോ കോശാംഗങ്ങളെക്കുറിച്ചും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതും അഡീഷണൽ പോയിൻറ്സും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൈറ്റോകോൺട്രിയ ഒരു കോശത്തിന് ആവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനും സംഭരിക്കുന്നതിനും സഹായിക്കുന്ന കോശഭാഗം. കോശത്തിൻ്റെ ഊർജ്ജനിലയം അല്ലെങ്കിൽ പവർ ഹൗസ് എന്നറിയപ്പെടുന്നു. കോശത്തിൻ്റെ ഊർജ്ജനിലയം അല്ലെങ്കിൽ പവർ ഹൗസ് എന്നറിയപ്പെടുന്നു. കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിൽ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം. വായുശ്വസനം നടക്കുന്നത് മൈറ്റോകോൺട്രിയയിൽ വച്ചാണ്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ്. അതുകൊണ്ട് നന്നായി പഠിക്കുക. ഒരു കോശത്തിന് ആവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനും സംഭരിക്കുന്നതിനും സഹായിക്കുന്ന കോശഭാഗം. പവർ ഹൗസ് എന്നറിയപ്പെടുന്ന കോശഭാഗം. കരൾ, തലച്ചോറ്, പേശികൾ എന്നിവയിൽ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം. വായുശ്വസനം നടക്കുന്നത് എവിടെ വെച്ച്? മൈറ്റോകോൺട്രിയയിൽ വെച്ച്. അന്തർദ്രവ്യജാലിക കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്ന കോശഭാഗം. കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നു. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നു. കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഓർത്ത് പഠിക്കുക. കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്ന കോശാംഗം അന്തർദ്രവ്യജാലിക. റൈബോസോം. റൈബോസോമുകൾ നിർമ്മിച്ചിരിക്കുന്നത് റൈബോന്യൂക്ലിക് ആസിഡും പ്രോട്ടീനുകളും കൊണ്ടാണ്. റൈബോസോമുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഏതൊക്കെ കൊണ്ട്? റൈബോന്യൂക്ലിക് ആസിഡും പ്രോട്ടീനുകളും കൊണ്ട്. റൈബോസോമിന് സ്തരാവരണമില്ല. കോശത്തിലെ മാംസ്യനിർമ്മാണ കേന്ദ്രം എന്നറിയപ്പെടുന്നു റൈബോസോം. കോശത്തിലെ മാംസ്യനിർമ്മാണ കേന്ദ്രം റൈബോസോം. മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ ഫാക്ടറി റൈബോസോം. മാംസ്യനിർമ്മാണ കേന്ദ്രം റൈബോസോം. മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ ഫാക്ടറി എന്നറിയപ്പെടുന്നത് റൈബോസോം. ഫേനം
ഒറ്റ സ്ഥലത്താൽ പൊതിയപ്പെട്ട് കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന അറകളാണ് ഫേനം. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശഭാഗം. ഇമ്പോർട്ടൻ്റ് ആണ്. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശഭാഗം. ഫേനത്തെ ആവരണം ചെയ്തിരിക്കുന്ന സവിശേഷ സ്തരം ടോണോപ്ലാസ്റ്റ്. ഫേനത്തെ ആവരണം ചെയ്തിരിക്കുന്ന സവിശേഷ സ്തരം ടോണോപ്ലാസ്റ്റ്. സസ്യകോശങ്ങളിൽ ഏകദേശം 90% ഭാഗവും ഫേനങ്ങളാണ്. സസ്യകോശങ്ങളിൽ ഏകദേശം 90% ഭാഗവും ഫേനങ്ങളാണ്. സെൻട്രോസോം. സെൻട്രോസോം ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം. സെൻട്രോസോം ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, LPUPയിൽ തന്നെ ചോദിച്ചതാണ്. ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം സെൻട്രോസോമും ലൈസോസോമും. ഗോൾജി കോംപ്ലക്സ്. കോശത്തിലെ ട്രാഫിക് പോലീസ്. രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മസ്തരം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറുസ്തര സഞ്ചികളിലാക്കുന്ന കോശഭാഗം. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശഭാഗം. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി എന്ത് കാണപ്പെടുന്നു? ഗോൾജി കോംപ്ലക്സ്. പദാർത്ഥങ്ങളുടെ പാക്കേജിംഗ് ആണ് ഗോൾജി കോംപ്ലക്സുകളുടെ പ്രധാന ധർമ്മം. പദാർത്ഥങ്ങളുടെ പാക്കേജിംഗ് ആണ് ഗോൾജി കോംപ്ലക്സുകളുടെ പ്രധാന ധർമ്മം. ലൈസോസോം. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കോശാംഗം. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കോശാംഗം. ഇവയ്ക്ക് കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീനുകൾ, ന്യൂക്ലിക് ആസിഡുകൾ എന്നിവയെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SCERTയിലെ ഭാഗം. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ട്, ഇനി ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പഠിക്കുക. റോബർട്ട് ബ്രൗൺ കോശകേന്ദ്രം കണ്ടെത്തി. അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. വർഷം 1831. പഠിച്ചു വെക്കണം, വർഷവും പഠിക്കണം. റോബർട്ട് ബ്രൗൺ കോശകേന്ദ്രം കണ്ടെത്തിയ വർഷം 1831. MJ ഷ്ലീഡൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. 1838. 1831 കോശകേന്ദ്രം കണ്ടെത്തി. 1838 MJ ഷ്ലീഡൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. 1839 തൊട്ടടുത്ത വർഷം തന്നെ തിയോഡർഷാൻ ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർഷാൻ. വർഷം 1839. റുഡോൾഫ് വിർഷോ വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ചു. നിലവിലുള്ള കോശങ്ങളിൽ നിന്നും മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നത് എന്ന നിഗമനം രൂപീകരിച്ചു. അതായത് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന നിഗമനത്തിലാരെത്തി? റുഡോൾഫ് വിർഷോ. വർഷം 1858. ഓർത്ത് വെക്കണം. 1831 കോശകേന്ദ്രം. ആര്? റോബർട്ട് ബ്രൗൺ. 1838 MJ ഷ്ലീഡൻ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. തൊട്ടടുത്ത വർഷം 1839 തിയോഡർഷാൻ ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. റുഡോൾഫ് വിർഷോ വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ചു. അവയിൽ നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയവ ഉണ്ടാകുന്നു എന്ന നിഗമനത്തിലെത്തി. വർഷം 1858. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചതാരൊക്കെ? MJ ഷ്ലീഡനും തിയോഡർഷാനും. ഇത്രയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. SCERTയിലെ പോയിന്റും അഡീഷണൽ പോയിന്റും ഉണ്ട്. കോശാംഗങ്ങളുടെ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.